ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ ചോദ്യമുനയിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബു. കഴിഞ്ഞ 5 മണിക്കൂറായി കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി മാസം 9 വാദം കേൾക്കാനായി മാറ്റിയിട്ടുണ്ട്. ഇതിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി എന്ന വിവരവും കൂടി വരുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇഡി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായൊരു ചോദ്യം ചെയ്യൽ, 5 മണിക്കൂറായി ചോദ്യം ചെയ്യൽ നീളുന്നു. എന്താണ് വിവരങ്ങൾ? ഇതെല്ലാം ECR രജിസ്റ്റർ ചെയ്ത് ഏകദേശം 3 ആഴ്ച പിന്നിടുകയാണ്. അതിനിടയിൽ 21 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നിരുന്നില്ല. പക്ഷേ ഈ മാസം മുതൽ ആ നടപടിയിലേക്ക് കടക്കാനാണ് ഇഡി വൃത്തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യപടിയായാണ് നിലവിൽ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലുള്ള ഈ കേസിലെ 2ാം പ്രതിയെന്ന് SIT വിലയിരുത്തുന്ന മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. സമൻസ് നൽകിയാണ് വിളിച്ചു വരുത്തിയത്. രാവിലെ 10:30 ഇഡി ഓഫീസിലെത്തിയപ്പോൾ ചോദ്യം ചെയ്യൽ ഏകദേശം 5 മണിക്കൂർ പിന്നിടുകയാണ്. രാത്രി വരെ ചോദ്യം ചെയ്യൽ നീളാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. ഇഡിയുടെ ഒരു രീതി അനുസരിച്ച് സാധാരണഗതിയിൽ ഒരു വട്ടം കൂടി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അറസ്റ്റ് ഉള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മുരാരി ബാബുവിന് ഈ കേസിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് SITയുടെ ഒരു വിലയിരുത്തൽ. ഇഡി ആകട്ടെ ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള വഴി മുരാരി ബാബു സാമ്പത്തികമായ ലാഭമുണ്ടാക്കിയോ അതല്ല എങ്കിൽ ഈ ലഭിച്ച പണം അത് ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള നിയമപരിധിയിൽ അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇഡി പരിശോധിക്കുന്നത്. മുരാരി ബാബു ഒരു തുടക്കം മാത്രമാണ്. ഈ കേസിലെ മറ്റു പ്രതികളെല്ലാവരും ഇഡിക്ക് മുൻപിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ 21 റെയ്ഡ് നടത്തിയ ആളുകൾക്കൊക്കെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പിടിച്ചെടുത്ത രേഖകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ആദ്യഘട്ടത്തിൽ ആളുകളെ വിളിച്ചു വരുന്നത്. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകുക. 16 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്ത പട്ടികയിലുള്ളതെങ്കിൽ അതിനപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ ഉയർന്നു വന്ന പല പേരുകളുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ പേരുണ്ട്, UDF കൺവീനർ അടൂർ പ്രകാശ് ഉണ്ട്, അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്തിന്റെ പേരുണ്ട്. അതുകൊണ്ട് ഇഡി ഇവരിലേക്കൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണവുമായി എത്തും എന്നുള്ള കാര്യവും തർക്കമാണ്. അതിന്റെ ആദ്യപടിയായാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യൽ 5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.